മമ്മതേ മമ്മതേ നാളെ നോമ്പ് തുറക്കാനുള്ള കാശ് റെഡി ആയില്ലേ? ഞാൻ വീട്ടിൽ ഉമ്മീൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് മമ്മു. നാളെ തരാന്ന് പറഞ്ഞേക്കണേ. നാളെയാണ് അവസാനത്തെ ഡേറ്റ്. നീ പരമാവധി നോക്കണം കേട്ടോ. ഞാൻ ശ്രമിക്കാം മമ്മു. മമ്മത എവിടെ നിന്നേ? നീ എവിടെ പോണേ? ഞാൻ വീട്ടിലേക്ക് പോണ്. ഞാനും വരണ്ട്. ആ റിസ്വാൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിക്കാനുണ്ട്. വാ. എടാ പൈസ ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അന്ന് ഓക്കെ മമ്മു, വൈകിട്ട് കാണാം. ആ റിസ്വാനെ, ഉമ്മി ഞാൻ ചോദിച്ച പൈസ എന്തേ? നാളെയാണ് അവസാന ഡേറ്റ്. മറ്റന്നാളാണ് നോമ്പ് തുറ. ഞാൻ വാപ്പിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. വാപ്പി വരുമ്പോൾ ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കാട്ടാ. കാര്യമായിട്ട് ചോദിക്കണോട്ടോ ഉമ്മി വാപ്പീൻ്റെ അടുത്ത്. ഞങ്ങൾ 5-6 പേരും കൂടി നടത്തുന്ന നോമ്പ് തുറയാണ്. ഉമ്മ എന്തായാലും പറയാട്ടാ. ഒരു കാര്യം ചെയ്യ്, ഈ 300 രൂപ റംസിയുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തേക്ക്. തയ്ച്ച കാശാണ്, മിനിയാന്ന് കൊടുക്കാന്ന് പറഞ്ഞതാണ്, കൊടുത്തിട്ടുണ്ടായില്ല. ഇത് കൊടുത്തേക്കട്ടാ. ശരി ഉമ്മി, വാപ്പീൻ്റെ അടുത്ത് പറയാൻ മറക്കരുത് കേട്ടോ. ഇക്ക ഇട്ടെന്തി അവളോട് ഇല്ലല്ല, അവള് പഞ്ചായത്ത് വരെ പോയേക്കാ. എന്തേ മമ്മതേ? ഞാനേ ഈ തയ്ച്ച കാശ് തരാൻ വേണ്ടി വന്നതാ. എത്ര ആശയുണ്ട്? 300 രൂപ ഉണ്ട്. നോമ്പൊക്കെ ഇവിടം വരെ ആയി മമ്മതേ. നോമ്പുണ്ടാ? ആ ഉണ്ടക്ക. പെരുന്നാളൊക്കെ ആവാറായിട്ടുണ്ട്. നിനക്ക് പെരുന്നാൾ കാശ് വല്ലതും കിട്ടിയാ? പെരുന്നാളാകുമ്പത്തേക്കും കിട്ടിക്കോളും. കഴിഞ്ഞ പെരുന്നാളിന് മമ്മേനെ ആരാ ഫസ്റ്റ് പെരുന്നാൾ കാശ് തന്നത്? എത്ര കാശ് കിട്ടി? ഫസ്റ്റ് എനിക്ക് വെല്ലുമിച്ചാണ് തന്നത്. പിന്നെ കാശ് 1000 രൂപേനെ മുകളിൽ കിട്ടിയിട്ടുണ്ട്. അന്ന് ഈ പെരുന്നാളിന് ഫസ്റ്റത്തെ പെരുന്നാൾ കാശ് എൻ്റെ വക. ഒക്കെ തയ്ച്ച പൈസയാണ്, എനിക്ക് വേണ്ട. തയ്ച്ച പൈസ ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് വേറെ കൊടുത്തോളാം. നീ തൽക്കാലം ഇത് പിടിച്ചോ, പെരുന്നാൾ കാശാണ്. ഇത് പിടിച്ചോ. എന്നാൽ പൊക്കോ, നീ വൈകുന്നേരം പള്ളിയിൽ കാണാം കേട്ടാ. കാര്യമായിട്ട് ചോദിക്കണോട്ടോ ഉമ്മി വാപ്പീൻ്റെ അടുത്ത്. ഞങ്ങൾ 5-6 പേരും കൂടി നടത്തുന്ന നോമ്പ് തുറയാണ്. ഉമ്മ എന്തായാലും പറയാട്ടാ. ഈ 300 രൂപ റംസിയുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തേക്ക്. വാപ്പി, അതെ